ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേളിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പോത്തിറച്ചി ആണ്. പോത്ത് നമുക്ക് കറിയാക്കി എടുക്കാം. അതിന് ഞാനൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഇതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ 1/2 കിലോ പോത്താണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 5 മീഡിയം സവാളയെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് സ്ക്വയറായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ പോത്തിറച്ചി, ബീഫ് ഇതെല്ലാം വയ്ക്കുമ്പോൾ സ്ക്വയറായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ടേസ്റ്റ് കൊടുക്കുന്നത് അതാണ്. അപ്പോൾ അതിന് വേണ്ട 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചാണ് എടുത്താൽ പേസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പം നമ്മളെ കടുക് പൊട്ടി തുടങ്ങി. അപ്പം നമുക്കിതിലേക്ക് കറുവപ്പല ഇട്ട് കൊടുക്കാം. ഇട്ടെടുത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് എളുപ്പം വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ട് ഒന്ന് വെന്ത് വരണം എണ്ണയിൽ തന്നെ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. എപ്പോഴും നമ്മൾ സവാള ബീഫിനും പോത്തിനും ഇങ്ങനെ സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്യണം. അത് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ പോത്തിറച്ചി വയ്ക്കുമ്പോൾ നമ്മൾ പേസ്റ്റ് ആക്കേണ്ട ചതച്ചെടുത്താൽ മതി ഇഞ്ചിയും വെളുത്തുള്ളി. അതുപോലെ വെളുത്തുള്ളിയുടെ തോലിൽ നല്ല കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊലിച്ച് അതിൻ്റെ തൊലി ഒന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ കാൽസ്യം ആ തൊലിയിലാണ് ഉള്ളത്. അപ്പം മുകളിലുള്ള തൊലി മാത്രം കളഞ്ഞ് തലയും പാലും ഒന്ന് കണ്ടിച്ചെടുത്താൽ മാത്രം മതി വെളുത്തുള്ളി. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നല്ലത്. അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് വാഴട്ടെ. നമ്മുടെ സവാള ഏകദേശം ആയിക്കൊണ്ട് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 1 മീഡിയം തക്കാളി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ നന്നായിട്ട് ഇതിൻ്റെ കൂടെ നല്ല വഴണ്ട് വരണം. അപ്പം നമ്മുടെ സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂണ് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. എരി ആവശ്യമുള്ളവർക്ക് ആവശ്യത്തിനിടാം. ഞങ്ങൾക്ക് എരിവ് കുറവാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണമാണ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ 1/2 കിലോ പോത്താണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി അല്പം വെള്ളം ഒഴിക്കണം. അത് ഞാൻ തിളപ്പിച്ചിട്ട് ഇതിലൊഴിക്കും. കുറച്ച് ഇറച്ചി ഇങ്ങനെ ഒന്ന് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് തന്നെ ഇതിലൊഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്. ഇറച്ചി പിന്നെയും കല്ലൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് അടച്ച് വേവിക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് നല്ലപോലെ എല്ലാം ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ചെറിയ തീ വെച്ച് കൊടുക്കാം. തിളയ്ക്കണ വരെ വലിയ തീ വെച്ച് കൊടുക്കണം. ചെറിയ തീയിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിലുള്ള വെള്ളമൊക്കെ ഊറി വരും. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഇറച്ചിക്കൊക്കെ വെള്ളമാണല്ലോ. അതുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങി വരും അതിൽ നിന്ന്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വേകട്ടെ. ഇപ്പോൾ വലിയ തീയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി നമുക്ക് തുറന്ന് നോക്കാം. ചെറിയ തീയിൽ വെച്ചിരിക്കുകയാണ്. നല്ല തിളച്ചപ്പോൾ ഞാൻ ചെറിയ തീയിലാണ് വെച്ച് കൊടുത്തത്. നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി വെച്ച് ചൂട് ഒന്നായിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആദ്യം സ്റ്റൗ ഓഫ് ആക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ഡെക്കറേഷൻ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.